കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു. പ്രധാനമന്ത്രി അടക്കമുള്ളവർ കേസിൽ പ്രതിയായി 30 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടപ്പെടും. ഇതിപ്പോൾ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിനെ ധ്വംസിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമായിട്ട് മാറില്ലേ? കാരണം ഒരാൾക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ ഒരു ഫേക്കായിട്ടുള്ള ഒരു പരാതി കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സ്ത്രീപീഡന പരാതികളൊക്കെയാണ് വലിയ രീതിയിൽ വരുന്നത്. അങ്ങനെ ഒരു പരാതി കൊടുത്താൽ അറസ്റ്റ് ചെയ്തു, മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ സർക്കാർ വരെ താഴെ പോകും. അപ്പോൾ ഇതിങ്ങനെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഇപ്പം അറിയാമല്ലോ, നമുക്ക് സംസ്ഥാനത്താണെങ്കിൽ കേന്ദ്ര സർക്കാരുകൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടുന്നു എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ലേ? ഇല്ല, ഒന്ന് നിങ്ങൾ പറഞ്ഞത് ദുരുപയോഗം ചെയ്യപ്പെടും, അതുകൊണ്ട് ഉപയോഗമേ വേണ്ട എന്ന് വെക്കണം എന്നാണ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു കാര്യം ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് ഉപയോഗമേ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്കൊരു കറിക്കത്തി പോലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം കറിക്കത്തി ഉപയോഗിച്ച് ആരെങ്കിലും കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കറിക്കത്തി ഇനി മേലിൽ ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിയമത്തിൻ്റെ കാര്യത്തിൽ ആ നിയമം ദുരുപയോഗം ചെയ്യപ്പെടും, അതുകൊണ്ട് നിയമമേ പാടില്ല എന്ന് പറയുന്നതല്ല ശരി. അതിൻ്റെ ദുരുപയോഗം തടയുന്നതിനുള്ള സംവിധാനം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഇതിലേക്ക് വരാം. എന്താ പറഞ്ഞത്? 30 ദിവസം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, IAS-കാരടക്കമുള്ളവർക്ക്, അവരെല്ലാവരും തന്നെ 48 മണിക്കൂർ നേരം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ അവർ ജോലിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും സസ്പെൻഷനിലാകും. ഓട്ടോമാറ്റിക് സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല. ഇവിടെ ഈ 48 മണിക്കൂർ അല്ല ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിനകത്തുള്ളൊരു തെറ്റെന്നാണ് ഞാൻ പറയുക. പകരം അവർക്ക് 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. രാജിവെക്കണമെന്നേ പറയുന്നുള്ളൂ. MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല, MP സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല. അവർ MLA സ്ഥാനം, മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനമന്ത്രി സ്ഥാനവും രാജിവെക്കണം. ഒരാളെയും ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു നിയമ സംവിധാനത്തിൽ, ഇന്നത്തെ അല്ല, പ്രാചീനമായ ഭാരതത്തിലൊരു നിയമ സംവിധാനത്തിൽ എപ്പോഴും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാജാവും നിയമത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരാളാണ്, നിയമത്തിന് പുറത്ത് നിൽക്കുന്ന ആളല്ല. രാജാവിന് മാത്രമായിട്ടൊരു നിയമമില്ല. രാജാവിന് ബാധകമാകുന്ന നിയമം പ്രജകൾക്കും ബാധകമാകുന്നതാണ്, പ്രജകൾക്ക് ബാധകമാകുന്ന നിയമം രാജാവിനും ബാധകമാകുന്നതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ രാജാവും പ്രജയും ധർമ്മമനുഷ്ഠിക്കുന്നു എന്ന് പറയുകയും ആ ധർമ്മത്തിന് അകത്താണ് രാജാവും പ്രജയും എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മാത്രമായിട്ടൊരു നിയമം, ബാക്കിയുള്ളവർക്ക് വേറൊരു നിയമം എന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന് പറയുന്ന ഒരു അടിസ്ഥാന സങ്കല്പം തകർന്നു പോകും. നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്നുള്ളത് ഇവിടെ പലരും പ്രചരിപ്പിക്കുന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടായതല്ല, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആ നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന സങ്കല്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് രാമായണത്തിൽ ശ്രീരാമൻ സീതാ പരിത്യാഗം നടത്തിയത്. കാരണം സീത രാമൻ്റെ പട്ടമഹിഷിയാണ്. രാമൻ്റെ അല്ല, അയോധ്യയിലെ രാജാവിൻ്റെ. പട്ടമഹിഷി എന്ന് പറഞ്ഞൊരു പദവിയാണ്, രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന പദവിയാണ്. ആ പട്ടമഹിഷി പദവി സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ യോഗ്യതകളൊക്കെ ഉണ്ടായിരിക്കണം. രാജാവിനെ പോലെ തന്നെ പട്ടമഹിഷിയും സംശയങ്ങൾക്ക് അതീതയായിരിക്കണം. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം. സീതയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് ആ പദവിയിൽ നിന്നാണ് അവരെ മാറ്റിയത്. ആ പദവിയിൽ നിന്ന് മാറ്റണം. അത് നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്നുള്ള സങ്കല്പത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ സീതാപരിത്യാഗം എന്ന് പറയുന്നത് ഇവിടെ ഈ ചില ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ, ഇപ്പോൾ ഇവിടെ DYFIക്കാർ ചോദിച്ചല്ലോ, ഗർഭിണിയായിരിക്കെ ഭാര്യയെ ഉപേക്ഷിച്ച രാമനാണോ മാതൃക എന്ന് ചോദിച്ചു. അല്ല എന്ന് തന്നെയാണ് ഞാനും പറയണത്. സ്വന്തം മകൾക്കും കുടുംബത്തിനും വേണ്ടി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയാണ് മാതൃക എന്ന് അവർക്ക് പറയാം, എനിക്കൊരു വിരോധമില്ല. പക്ഷേ രാമായണത്തിൻ്റെ മാതൃക അതല്ല. രാമായണത്തിൽ ആ ആരോപണം ആർക്ക് വരുന്നത് വേണം. ആ രീതിയിൽ ഇവിടെ എല്ലാവർക്കും ബാധകമാകുന്ന ഒരു രീതിയാണ്. ഇനി ഇവരിതിന് പറയുന്ന കാര്യം,
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫെഡറലിസം തകരും എന്നാണ്. നമ്മുടെ ഇതൊരു യൂണിറ്ററി സമ്പ്രദായമാണ്, ഫെഡറൽ സംവിധാനമല്ല. സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും സംസ്ഥാനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് കേന്ദ്രമാണ്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് സ്വയം പിരിഞ്ഞു പോകാനും ചേരാനും ഒക്കെ അധികാരമുണ്ട്. ഇവിടെ അതില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു യൂണിറ്ററി സിസ്റ്റമാണ്. ഫെഡറൽ സംവിധാനം വേണോ യൂണിറ്ററി സംവിധാനം വേണോ എന്ന കാര്യത്തെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ വേളയിൽ സുദീർഘമായ ചർച്ച നടത്തി. അതിൻ്റെ ചർച്ച നടത്തി അതിൻ്റെ ഓരോ വശവും സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് നമുക്ക് യൂണിറ്ററി സമ്പ്രദായം മതി എന്ന് പറയുന്നതും ആ യൂണിറ്ററി സമ്പ്രദായത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഫെഡറലിസം മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളെ ബാധിക്കും എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമങ്ങളെല്ലാം തന്നെ സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. ഇത് ഈ നിയമം മാത്രമല്ലല്ലോ, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന സെൻട്രൽ ആക്ട് മുഴുവനും സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. അപ്പോൾ പിന്നെ ഈ നിയമം എങ്ങനെ ബാധകമാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വെറുതെ ഒരാൾക്കെതിരെ കേസ് വരില്ലല്ലോ, കോടതിയല്ലേ നോക്കുന്നത്. നിങ്ങൾ കോടതിയെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ കോടതിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിനെതിരെയുള്ള വിധിയുണ്ട്. ചിലപ്പോൾ കോടതി വിധികൾ തെറ്റായിപ്പോയി എന്നിരിക്കും. പക്ഷേ കോടതി വിധികൾ തെറ്റായി പോകുമ്പോഴും കോടതി വിധി നമ്മൾ അനുസരിച്ചേ പറ്റൂ. കാരണം കോടതി വിധി എനിക്കെതിരായതുകൊണ്ട് ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച തകരും. അങ്ങനെ നിയമവാഴ്ച തകർന്നു കഴിഞ്ഞാൽ ജീവിതം ദുസ്സഹമായി തീരും. അപ്പം അതുകൊണ്ട് ആ വാദവും നിലനിൽക്കുന്നതല്ല. പിന്നെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരം അങ്ങനെയല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണമായി അധികാരമുള്ള വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ആ പട്ടികയുണ്ട്, സംസ്ഥാന പട്ടിക. ആ പട്ടികയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. അത് ചെയ്യാം, അവിടെ ഉണ്ട്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും അധികാരമുള്ള പട്ടികയുണ്ട് വിഷയങ്ങളുടെ. അതിൽ കേന്ദ്ര നിയമങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ നിയമങ്ങൾ നിലനിൽക്കും. അതിലൊരു കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞാൽ സംസ്ഥാന നിയമം അസ്ഥിരപ്പെടുകയും കേന്ദ്ര നിയമം നിലനിൽക്കുകയും ചെയ്യും. ഇനി കേന്ദ്രത്തിന് മാത്രം തീരുമാനമെടുക്കാവുന്ന വിഷയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്രം തീരുമാനമെടുക്കും. അഴിമതി എന്ന് പറയുന്നൊരു വിഷയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന് തീരുമാനമെടുക്കാനുള്ളൊരു കേന്ദ്ര വിഷയമാണ് സംശുദ്ധമായ ഭരണം. അതവർ ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ മറുവശം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ ആദർശം പറഞ്ഞ് ആദർശത്തിൻ്റെ പരിവേഷത്തോടു കൂടി അധികാരത്തിലെത്തി കള്ള് കച്ചവടത്തിൽ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ജയിലിലിരുന്നിട്ടും മുഖ്യമന്ത്രി പദം രാജിവെച്ചില്ല. ജയിലിലിരുന്ന് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിലൊരു കുഴപ്പവും കാണുന്നില്ലേ? ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. നിയമപ്രശ്നമാണ്, ധാർമ്മികതയുടെ പ്രശ്നമല്ല, നിയമപ്രശ്നമാണ് അതിനകത്തുള്ളത്. ഇറ്റ്സ് നോട്ട് എ മോറൽ ഇഷ്യൂ, ബട്ട് ഇറ്റ്സ് എ ലീഗൽ ഇഷ്യൂ. ഒരു മുഖ്യമന്ത്രി അയാൾ ക്രിമിനൽ കുറ്റത്തിന് ആരോപിതനായി കോടതി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടച്ചു കഴിഞ്ഞാൽ ആ ജയിലിലടക്കുന്ന കാലത്തും താൻ മുഖ്യമന്ത്രി പദത്തിൽ തന്നെ തുടരും എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. അത് ധാർമ്മികം മാത്രമല്ല, ഇറ്റ്സ് ആൻ ഇല്ലീഗൽ ഇഷ്യൂ എപ്പാർട്ട് ഫ്രം ആൻ ഇമ്മോറൽ ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ടുള്ളേ വേറൊരു സെന്തിൽ ബാലാജി തമിഴ്നാട്ടിലെ അദ്ദേഹം ഇതുപോലെ തന്നെ ശിക്ഷിക്കപ്പെട്ട് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ജയിലിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചില്ല, തിരിച്ചു വന്ന് വീണ്ടും മന്ത്രിയായി. അപ്പോൾ കോടതി പറഞ്ഞു ജാമ്യം നൽകിയിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാജിവെക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നുകിൽ ജാമ്യത്തിൽ തുടരാം, അല്ലെങ്കിൽ മന്ത്രിയാകാൻ രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ജാമ്യം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്തു വന്നാലും തങ്ങൾ ജനപ്രതിനിധികളാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് എല്ലാ നിയമലംഘനങ്ങളും നടത്താനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്ന്
ഒരു ജനപ്രതിനിധിയും കരുതാൻ പാടില്ല. രാജാവും ധർമ്മത്തിന് അതീതനല്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ആ നിയമം മോദിക്കെതിരായിട്ടെന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ? അപ്പോൾ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഈ രാജ്യത്തെ ജനങ്ങൾ നിർമ്മിക്കുന്ന, ജനങ്ങൾ കൊടുത്തിരിക്കുന്ന, നാം ഇന്ത്യക്കാരായ നമ്മൾ എഴുതി നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് അകത്ത് നിൽക്കുന്നവരാണ്, അതിന് പുറത്ത് നിൽക്കുന്നവരല്ല. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് അകത്ത് നിൽക്കുന്ന എല്ലാവരും ഈ അഴിമതി വിമുക്തമായ ഒരു ജീവിതം നയിക്കാൻ, സംശുദ്ധമായ ഒരു ഭരണം ഉറപ്പിലാക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട് തന്നെ അവരിതിനെ എതിർക്കാൻ പാടില്ല. ഭരണഘടന വെറുതെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല. അത് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഒന്നുകിൽ സ്വന്തമായി ബുദ്ധി വേണം, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ പറഞ്ഞാൽ കേൾക്കണം. രാഹുൽ ഗാന്ധിക്ക് ഇത് രണ്ടും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഭരണഘടന ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അത് പൊക്കിപ്പിടിക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണ്. അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നത പദവികളിലിരിക്കുന്നവരെല്ലാവരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരണം എന്ന് പറയുന്നത് ഏറ്റവും സുതാര്യമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.